ഫിഫ അപ്രൂവലിന് അപേക്ഷിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടയർ 1 ഫോം സബ്മിറ്റ് ചെയ്യുകയാണ്. ഈ ടയർ 1 ഫോം സബ്മിറ്റ് ചെയ്യുന്ന എപ്പോഴാണ് അർജന്റീന ടീമും ഓസ്ട്രേലിയ ടീമും എഗ്രിമെൻറ്റ് വെച്ച് ചെയ്താൽ അവർ ടയർ 1 ഫോം തരും നമുക്ക്. ആ ഫോം നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. അവർക്ക് കുറേ ക്രൈറ്റീരിയ ചെക്ക് ഉണ്ട്. ആ ക്രൈറ്റീരിയ ചെക്കുകളെല്ലാം ഡോക്യുമെൻ്റ് ആക്കി അവർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അവർ അപ്രൂവൽ തരും. ആ അപ്രൂവൽ നടക്കുമ്പോൾ കളി നടക്കും. അങ്ങനെയാണ് നടക്കേണ്ടത്. അതൊക്കെ സബ്മിറ്റ് ചെയ്ത് എനിക്ക് കുറേ നാളുകളായി മുന്നോട്ട് നോക്കണം. എനിക്ക് തോന്നുന്നു കുറേ നാളായി ഉണ്ടാവും. എന്തായാലും ഒരു 2-3 മാസം ഉണ്ടാവും. അല്ലല്ല, നമ്മളല്ല, ഞാൻ പറയുന്നത് എന്താ സിസ്റ്റം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അർജന്റീനയെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അർജന്റീന ഫോം സബ്മിറ്റ് ചെയ്യും. അതിന് ഓപ്പോണൻ്റ് ടീമിന് ചോദിക്കും, ഓപ്പോണൻ്റ് സബ്മിറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ സിസ്റ്റം. അത് ആ എഗ്രിമെൻറ്റ് വെച്ച സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അപ്രൂവലാണ് നമുക്ക് കിട്ടേണ്ടത്. അത് ഓൾറെഡി നമ്മൾ സബ്മിറ്റ്, അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നുണ്ടെന്നേ. ഞാൻ പറയുന്നത് ഇത് വളരെ സില്ലി ആയിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്. വളരെ സില്ലി ആയിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്തത്. ആര്? കേരളത്തിലെ മാധ്യമങ്ങൾ. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. സർക്കാർ വളരെ സീരിയസ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത്രയും മുതൽ മുടക്ക് മുടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇത് പറയുന്നത് എന്താണ്? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ മെസ്സി തീരുമാനിച്ചു, അർജന്റീന തീരുമാനിച്ചു, അർജന്റീന മാധ്യമങ്ങൾ അങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഈ സമയം വരെ ഫിഫേൻ്റെ വാക്ക് കൊണ്ടിട്ടില്ല. ഈ സമയം വരെ വേണ്ടിയിട്ടില്ല. ഫിഫ അനുമതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അനുമതി കിട്ടുന്ന സമയത്ത് കളിക്കും. അതിന് അനുമതി കിട്ടാനുള്ള കാര്യങ്ങൾ ഒത്തിരി ക്രൈറ്റീരിയ ഉണ്ട്. അവരുടെ ട്രാവൽ പ്ലാൻ്റെ ക്രൈറ്റീരിയ ഉണ്ട്, എത്ര ദൂരം ട്രാവൽ ചെയ്യുന്ന ക്രൈറ്റീരിയ ഉണ്ട്, സ്റ്റേഡിയം ഏതാണെന്നുള്ളത്, ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ വഴികൾ കഴിക്കണം, ഏതാണ് ഡീറ്റെയിൽ പ്ലാൻ കൊടുക്കണം. ഇതെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് ഫിഫയ്ക്കാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമുക്കാകെ ചെയ്യാൻ പറ്റുന്ന അർജന്റീനയായിട്ട് എഗ്രിമെൻറ്റ് വെക്കുക, ഓസ്ട്രേലിയയായിട്ട് എഗ്രിമെൻറ്റ് വെക്കുക. വളരെ വ്യാജമായ രീതിയിൽ ഇന്നും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.